ദൈവവചനത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം, നമ്മൾ പഴയ നിയമത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ന്റെ 11 വായിക്കുക. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. ഭോഷത്വം ആവർത്തിക്കുന്നവൻ, ഒരുവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്താണ് ഈ വചനം ഉദ്ദേശിക്കുന്നത്? ഒരുവൻ ഭോഷത്വം ചെയ്തു കഴിഞ്ഞാൽ അതേ ഭോഷത്വം അത് തിരിച്ചറിഞ്ഞു, ഇത് പാപമാണ്, തിന്മയാണ്, ഭോഷത്വമാണ് എന്ന ബോധ്യം അവന് ലഭിച്ചു. ആ ബോധ്യം അവന് ലഭിച്ചിട്ടും അതേ ഭോഷത്വം തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, അതായത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ ഒരു 15 വയസ്സിൽ ഞാൻ ചെയ്തൊരു പ്രവൃത്തി, ആ 15 വയസ്സിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്കൊരിക്കലും അത് ഭോഷത്വമല്ല, എൻ്റെ ശരികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയുന്നത് അതിൻ്റെ അനന്തരഫലം കൊണ്ട് പിന്നീട് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത് മണ്ടത്തരമായി പോയല്ലോ, ഇത് ഭോഷത്വമായി പോയല്ലോ. നമ്മളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു പരിധിവരെ ഒരു മനുഷ്യ ആത്മാവ്, മനുഷ്യ വ്യക്തി പ്രവർത്തിക്കുന്നത് പലപ്പോഴും അവൻ്റെ ശരികളാണ്. അതായത് എൻ്റെ ഒരു 17 വയസ്സിൽ എൻ്റെ +2 കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ അന്നത്തെ എൻ്റെ ശരികളാണ്. പക്ഷേ അന്നത്തെ ടീച്ചർമാർ നോക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ മുതിർന്നവർ നോക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ മാതാപിതാക്കൾ നോക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ എൻ്റെ വ്യൂ പോയിന്റിൽ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ അതാണ് ശരി, അതാണ് യഥാർത്ഥ ശരി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ശരികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ദൈവവചനം അറിയുമ്പോഴോ സത്യം തിരിച്ചറിയുമ്പോഴോ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ പറ്റും, അയ്യോ ഞാൻ ചെയ്ത എത്രയോ ഭോഷത്വമാണ്, ഞാൻ ചെയ്തത് എത്രയോ മണ്ടത്തരമാണ്. അത് തന്നെ ആവർത്തിക്കുന്നവൻ, അതായത് അത് ഭോഷത്വമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തന്നെ അവൻ ആവർത്തിക്കുകയാണെങ്കിൽ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണെന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പലവിധ അബദ്ധങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ആരും അബദ്ധങ്ങളില്ലാതെ ജീവിച്ചവർ വളരെ ചുരുക്കമായിരിക്കാം. ക്ഷമിക്കാൻ കഴിയാത്ത പലവിധ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപാട് നമുക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത പലവിധ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ഇങ്ങനെ ജീവിതത്തിലെ പലവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തി അവൻ്റെ ശരീരം, അവൻ്റെ ആത്മാവ്, അവൻ്റെ ദേഹി, സോൾ, ഈ 3 കാര്യങ്ങളിൽ പലവിധ പാപക്കറകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് പൂർണ്ണമായി സ്വതന്ത്രമായി ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലായി നമ്മളുടെ ജഡത്തെ നമ്മൾ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നിരുത്തി. ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തവൻ, ഒരിക്കലും പള്ളിയിൽ പോകാത്തവൻ, ഒരിക്കലും ബൈബിൾ വായിക്കാത്തവൻ, ഒരിക്കലും ഉപവസിക്കാത്തവൻ, ഒരിക്കലും കണ്ണുകളെ നിയന്ത്രിക്കാത്തവൻ, ഒരിക്കലും അധരത്തെ നിയന്ത്രിക്കാത്തവൻ, ഇങ്ങനെയുള്ള പാപങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നിയന്ത്രിക്കാൻ തുടങ്ങി, ആത്മാവിനാൽ നിയന്ത്രിക്കാൻ തുടങ്ങി. ദൈവവചനത്തിന് മുൻപിൽ വരാത്തവൻ 3 ദിവസം വചനത്തിന് മുമ്പിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാത്ത വ്യക്തി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലേ? ഇപ്പം ഈ ഗ്രൂപ്പിൽ തന്നെ ഞാനിപ്പോൾ ചോദിച്ച എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 100 കൈകളെങ്കിലും ഉയരും. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ. കാരണം വെളുപ്പിന് 3 മണിക്ക് പുതച്ച് കിടന്നുറങ്ങുന്നവരായിരുന്നു നമ്മൾ, ഒരിക്കലും എഴുന്നേക്കാൻ താല്പര്യമില്ലാത്തവരായിരുന്നു. പക്ഷേ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ നമ്മുടെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ മാറ്റി, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി ആത്മാവിൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങി, ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ, ശരീരത്തെ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നിയന്ത്രിക്കുമ്പോൾ തന്നെ അതിനെതിരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഈ ഒരു ബോഡിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ സോള്, അതായത് ആത്മാവ്, ദേഹി, അതുപോലെ തന്നെ ശരീരം. ശരീരത്തെ നമ്മൾ എന്ത് ചെയ്തു? 3 മണിക്ക് പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാലത്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് ഉപവാസമാണ്, ഇന്നെനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. ഭാര്യ ചായ കൊണ്ടു തന്നു.
ചായ മാത്രം കുടിച്ചു, ബാക്കിയൊന്നും ഇല്ലാതെ അങ്ങനെ ഉപവസിച്ചിരിക്കുകയാണ്. 10 മണിയായപ്പോൾ തോന്നി ബ്രേക്ക്ഫാസ്റ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ട്, കഴിക്കണം തോന്നി. എന്നാലും വേണ്ട, കാരണം ഉപവാസമാണല്ലോ എന്ന് കരുതി പിടിച്ചു നിന്നു. 12 മണിയായപ്പോൾ ഒരു ഉൾവിളി, എവിടെന്നോ ഒരു വിശപ്പിൻ്റെ വിളി വന്നു. എങ്കിലും നമ്മൾ ഉപവാസം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പിടിച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ ശരീരത്തെ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ഒരു താല്പര്യമില്ലാത്തവൻ 3 ദിവസം വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കൈയടിക്കാത്തവൻ. ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് വരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും, ബ്രദർ പറഞ്ഞു കൈയടിച്ച് നമുക്ക് ആരാധിക്കാം എന്ന് പറയുമ്പോൾ ജനം മുഴുവൻ കൈയടിച്ച് ആരാധിക്കുന്നു. ഞാനിങ്ങനെ കൈ കെട്ടി നോക്കിയിരിക്കും. കുറേ മണ്ടന്മാർ, കുറേ എണ്ണം കൈയടിക്കുന്നു, കുറേ എണ്ണം തുള്ളി ചാടുന്നു, ഞാൻ മാത്രം മാന്യൻ, നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കൈകെട്ടി നോക്കിയിരിക്കും. ആദ്യ ദിവസം എനിക്കൊരു താല്പര്യം ഉണ്ടായില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പലവിധ പാപങ്ങളിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പം ഈ ശരീരം ഇങ്ങനെ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം, അങ്ങനെ കൈയടിച്ചൊന്നും മഹത്വപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ ദൈവത്തിന് ചെവി കേട്ടൂടെ? ഞാനിപ്പോൾ കൈയടിച്ചാലേ ദൈവത്തിന് കേൾക്കാൻ പറ്റത്തുള്ളൂ. കൈയടിച്ച് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ശാന്തമായി പ്രാർത്ഥിച്ചാൽ ദൈവം വേണമെങ്കിൽ കേട്ടോണം. ഇങ്ങനെയുള്ള രീതികളിലായിരുന്നു. പക്ഷേ പിന്നീട് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രചോദനം തന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പോലും ആഗ്രഹിക്കാതെ ഞാൻ കൈയടിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരം അതിന് വില്ലിങ് അല്ലെങ്കിലും എൻ്റെ ആത്മാവ് അതിന് താല്പര്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ തന്നെ കൈയടിക്കാൻ തുടങ്ങി, ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ജഡത്തെ എന്ത് ചെയ്തു? പിടിച്ചു നിർത്തി. അവിടെ നീ പോയി പ്രാർത്ഥിക്ക്, നീ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞ് നമ്മൾ ജഡത്തെ കീഴ്പ്പെടുത്തി. പക്ഷേ ഇതിനൊന്നും കീഴ്പ്പെടാത്ത ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതായത് എത്ര ശ്രമിച്ചാലും പിന്നെയും തിരിച്ച് പഴയതിലേക്ക് പോകിപ്പിക്കുന്ന, എത്ര ഫോർമാറ്റ് ചെയ്താലും വൈറസ് മാത്രം അതിൻ്റെ അകത്ത് പിന്നെയും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം ഒരു സ്ഥലമുണ്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മേൽ തന്നെ ഒരു സാധനമുണ്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം, ഞാനൊരു പ്രാക്ടിക്കൽ സൈഡ്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈ വീശാമോ? ഓക്കെ, വീഡിയോ ഓൺ ചെയ്തവരൊക്കെ കൈ വീശേണ്ട. ബൈബിൾ ഉണ്ട്. നിങ്ങൾ ബൈബിൾ അടയ്ക്കുക, എല്ലാവരും ബൈബിൾ അടയ്ക്കുക. ബൈബിൾ അടച്ചിട്ട് നിങ്ങളൊരു മെസ്സേജ് എടുക്കണം. കണ്ണടച്ച് ബൈബിൾ തുറന്ന് ഒരു മെസ്സേജ് എടുക്കണം. ഏത് അധ്യായമാണ്, ഏത് വാക്യമാണ്, ഏത് പുസ്തകമാണ്, പുതിയ നിയമമാണോ പഴയ നിയമമാണോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഏത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരൊറ്റ വാക്യം മാത്രമേ വായിക്കാൻ പാടുള്ളൂ. ബൈബിൾ കണ്ണടച്ച് തുറക്കുക, കൈ വയ്ക്കുന്ന സ്ഥലത്ത് കണ്ണ് തുറന്ന് നോക്കി അത് വായിക്കുക. ഏതാണ് അധ്യായമെന്നോ ഏതാണ് പുസ്തകമെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട, ആ വാക്യം മാത്രം നിങ്ങൾ വായിക്കുക. എല്ലാവരും ബൈബിൾ എടുത്തോ, തുറന്നോ, വാക്യം മാത്രം വായിച്ചോ. വാക്യം വായിച്ച് തീരാനുള്ള സമയം ഞാൻ തരില്ല, വാക്യം മാത്രം വായിച്ചു. ഓക്കെ, 1 2 3 അടച്ചോ. വാക്യം എടുത്തെങ്കിൽ വായിച്ചെങ്കിൽ അടച്ചോ. വാക്യം ഏതാണെന്ന് നോക്കരുത്, ഏത് അധ്യായം നോക്കരുത്, ഏത് പുസ്തകമാണെന്ന് നോക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു കാര്യം അറിയാം. ഞാൻ അധ്യായം വായിക്കാൻ പറഞ്ഞിട്ടില്ല, ഏത് പുസ്തകമാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ല, പുതിയ നിയമമാണോ പഴയ നിയമമാണോ നോക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം പുതിയ നിയമമാണോ പഴയ നിയമമാണോ നിങ്ങൾ എടുത്തേക്കണമെന്നുള്ളത്. കാരണം ബൈബിളിനോട് പരിചയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് പുസ്തകമാണെന്ന് നോക്കിയില്ലെങ്കിലും നിങ്ങൾക്കറിയാം അത് പുതിയ നിയമമാണോ പഴയ നിയമമാണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്ന്, ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് പുതിയ നിയമമാണോ പഴയ നിയമമാണോ. വായിച്ച് പരിചയമുള്ള അധ്യായമാണെങ്കിൽ പുസ്തകം വരെ നിങ്ങൾക്കറിയാം. ഇനി ഇതൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ബൈബിളിൻ്റെ ഈ വശത്താണോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയാം ഇത് ഈ സൈഡാണോ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അതിൻ്റെ തന്നെ ഈ പോർഷൻ, ഇത് തന്നെ 2 പോർഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പോർഷനാണോ ഇതും നിങ്ങൾക്കറിയാം. ഏറ്റവും താഴെയാണോ ഏറ്റവും മുകളിലാണോ ഇതും നിങ്ങൾക്കറിയാം. എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ ഇതൊന്നും ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല. അതായത് ഏത് അധ്യായമാണെന്ന് പറയരുത്, ഏത് വാക്യമാണെന്ന് പറയരുത്, ഇതൊന്നും നോക്കരുത് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾ പോലും വായിക്കാതെ ശ്രദ്ധിക്കാതെ, നിങ്ങളുടെ ശരീരം കീഴ്പ്പെടാതെ പോലും നിങ്ങൾക്ക് എന്തുണ്ട്, ചില സ്പേസ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഷീൽ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, ഷീൽ സിസ്റ്ററെ എവിടെയാണ് വായിച്ചത് എന്ന് ചോദിക്കുക.
ഷീൽ സിസ്റ്റർ പുതിയ നിയമമാണെങ്കിൽ കൃത്യമായിട്ട് പറയും, പഴയ നിയമമാണെങ്കിൽ പറയും, ബൈബിളിൻ്റെ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് എന്ന് പറയും, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയും, ഫസ്റ്റ് പാരഗ്രാഫ് ആണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയും. ഇതൊന്നും ഞാൻ നോക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളുടെ എവിടെയോ അത് സേവ് ആയിട്ട് കിടക്കുന്നുണ്ട്. ശരിയാണോ ഷീൽ സിസ്റ്റർ? ആണെങ്കിൽ ഒന്ന് കൈവീശ. ഓക്കെ, റൈറ്റ്. ഞാനിത് ഒരാളുടെ പേരെടുത്തു എന്ന് വെച്ചുള്ളൂ. ഈ പറയുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ചോദിച്ച് ഇത് തന്നെ പറയും. ഇത് എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ പറയുന്ന സാധനം നിങ്ങളുടെ ശരീരമാണല്ല, നിങ്ങളുടെ ആത്മാവല്ല, എവിടെയോ ഒരു സ്ഥലത്ത് സേവ്ഡ് ആയിട്ട് കിടക്കുക. ഇത് നോക്കാൻ പറയാതെ ചെയ്യാൻ പറയാത്ത കാര്യം അവിടെ സേവ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഫോർമാറ്റ് ചെയ്താലും പോകത്തില്ല, ഇത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്താലും പോകത്തില്ല, നിങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചാലും പോകത്തില്ല. ഈ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളുടെ മക്കൾ നമ്മളെ വേദനിപ്പിച്ചത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വേദനിപ്പിച്ചത്, നമ്മുടെ ഭർത്താവ് നമ്മളെ വേദനിപ്പിച്ചത്, നമ്മുടെ ഭാര്യ നമ്മളെ വേദനിപ്പിച്ചത്, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്കെതിരെ പ്രവർത്തിച്ചത്, നമ്മളുടെ എല്ലാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ പോലും ആഗ്രഹിക്കാതെ ഈ സ്പേസിൽ സേവ് ആയിട്ട് കിടക്കുന്നുണ്ട്. എത്ര ഫോർമാറ്റ് ചെയ്താലും, എത്ര ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, എത്ര മറക്കാൻ ശ്രമിച്ചാലും, എത്ര അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഞാനത് മറന്നു 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 എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങളെ ഇതേ സമാനമായ വേദനയോ പ്രതിസന്ധിയോ വരുമ്പോൾ ഇത് പെട്ടെന്ന് കിക്ക് ചെയ്ത് പുറത്തോട്ട് വരും. 1 2 3 ദേ വരുന്നു, പുറത്തോട്ട് ചാടി ഈ സാധനം പുറത്തോട്ട് വരും. 20 വർഷം മുമ്പ് ഭർത്താവ് അന്ന് ഐസ്ക്രീം വാങ്ങിച്ചു തരാതെ നമ്മളോട് പറഞ്ഞൊരു ചെറിയ കാര്യം 20 വർഷം കഴിഞ്ഞിട്ട് ഇതിന് സമാനമായ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് മറന്നു, അത് മറന്നു, പൂർണ്ണമായും മറന്നു. പക്ഷേ നമ്മൾ പറയും, എന്നാലും മനുഷ്യ പണ്ട് നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊരു സാധനം പറയും. അപ്പം ഇതെവിടെയാണ് സേവ് ആയിട്ട് കിടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഓർമ്മയുടെ മണ്ഡലത്തിൽ, അതായത് ബോധ മനസ്സിൽ കിടക്കുന്ന പല കാര്യങ്ങളെക്കാൾ ശക്തമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സേവ് ചെയ്ത് കിടക്കുന്ന പല വേദനകളും ദുഃഖങ്ങളും. നിങ്ങളുടെ ബോധ മനസ്സിൽ ഇത് വളരെ കുറവാ. ബോധ മനസ്സിൽ നിങ്ങൾ ഇത് മാറ്റി, ബോധ മനസ്സിൽ നിന്ന് നിങ്ങൾ ഈ വ്യക്തിയോടുള്ള വൈരാഗ്യം മാറ്റി, വിരോധം മാറ്റി, വിദ്വേഷം മാറ്റി. നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോൾ ചിരിക്കും, നമ്മളെ ഉപദ്രവിച്ചവരെ, നമ്മളെ വേദനിപ്പിച്ചവരെ കാണുമ്പോൾ ചിരിക്കും, സന്തോഷിക്കും, എല്ലാം ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇതേ വൈരാഗ്യം, വിദ്വേഷം ശക്തമായിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് എപ്പോൾ തിരിച്ചു വരും? ഞാനിപ്പോൾ ബൈബിളിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നിങ്ങളെ കാണിച്ചു. അതായത് നിങ്ങളിങ്ങനെ തുറന്നപ്പോൾ ഈ വചനം എടുത്തപ്പോൾ നിങ്ങൾ കണ്ട അതുപോലെ തന്നെ ആ സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിച്ച വേദനകളിലൂടെ, നിങ്ങളുടെ കണ്ണുനീരുകളിലൂടെ എവിടെയോ ഒരു സ്ഥലത്ത് ഈ സാധനം സേവ് ചെയ്ത് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സ്, ബോധ മനസ്സിലല്ല, ഉപബോധ മനസ്സിൽ ഇത് സേവ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ സേവ് ചെയ്ത് കിടക്കുന്ന സാധനം എപ്പോഴെങ്കിലും പിന്നീട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഴയ പാപത്തിലേക്ക് പോവും, പഴയ മനുഷ്യനായി മാറും, പഴയ തിന്മ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനം തിരിച്ചെടുക്കും. നമുക്കറിയാം, നമ്മൾ നല്ല പ്രാർത്ഥന ഉള്ളവർ, ദൈവവചനം ഉള്ളവർ, വചനം വായിക്കുന്നവർ ദേഷ്യപ്പെടാറില്ല, വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. ചീത്ത പറയാറില്ല, വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. ഇതൊക്കെയാണെങ്കിലും ചില സിറ്റുവേഷനിൽ നമ്മൾ അറിയാതെ ഈ സാധനം തിരിച്ചു വരും. നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഇതെവിടെ തിരിച്ചു വന്നേ? ഇതെപ്പോഴാണ് തിരിച്ചു വന്നേ? നിങ്ങൾ നോക്കിക്കോ, ആ പഴയ മുറിവിൻ്റെ സമാനമായ ഒരു തോണ്ടല് നമുക്ക് കിട്ടിയപ്പോഴാണ് ആ പഴയ സാധനം കിക്ക് ചെയ്ത് പുറത്തോട്ട് വന്നത്. അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല, അത് പുറത്തേക്ക് വരും. ഇതാണ് ഒളിഞ്ഞു കിടക്കുന്ന ചില തിന്മയുടെ സ്വാധീനങ്ങൾ. നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ സോളിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ചില തിന്മയുടെ സ്വാധീനങ്ങളുണ്ട്. ഒരുവനെ വീണ്ടും പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന, വീണ്ടും പഴയ തിന്മയിലേക്ക് വലിച്ചഴയ്ക്കുന്ന, പഴയ ജീവിതത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ചില മേഖലകൾ. ഇവിടെ നമ്മൾ ആദ്യം വായിച്ചു, ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. അവനറിയില്ല, കാരണം അവൻ്റെ ആ ഒരു രീതിയിൽ അവന് ഭോഷത്വമാണെന്ന് അറിയാം. ഈ പ്രവൃത്തി, ഈ സംഭവം, ഈ മേഖല, ഇതൊക്കെ അറിയാം. പക്ഷേ എന്ത് ചെയ്യില്ല, അവൻ പോലും അറിയാതെ അവൻ്റെ ഉപബോധ മനസ്സിൽ നിന്നും ഈ സാധനം പുറത്തു വരുമ്പോൾ ആ ഉപബോധ മനസ്സ് ശരീരത്തെ ഉപയോഗിക്കും. ഭർത്താവിനെ ചീത്ത പറയും, മക്കളെ ചീത്ത പറയും,
അമ്മായിമ്മനെ ചീത്ത പറയും. അപ്പോൾ നമ്മൾ പഴയ വ്യക്തിയായി മാറും. മാനസാന്തരം കുറച്ച് നേരത്തേക്ക് അവിടെ ഇരിക്കട്ടെ, മാനസാന്തരമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് കഴിഞ്ഞാലും മാനസാന്തരമൊക്കെ തിരിച്ചെടുക്കാലോ. നമ്മുടെ നാവ് നേരെ നിയന്ത്രണം വിട്ടുപോകും. എല്ലാ രീതിയിലും നമ്മൾ കൺട്രോൾ വിട്ട് നമ്മൾ പഴയ രീതിയിലേക്ക് പോകും. കാരണം ഇത് ഒളിഞ്ഞിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക്, ഇപ്പം ശരീരത്തിൽ ഈ മേഖലകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെയൊക്കെ ശരീരത്തിൽ ഈ മേഖല ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ദൈവവചനത്തിലേക്ക് വന്നു, പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു. നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വേദനിപ്പിച്ച വ്യക്തിയെ കാണുമ്പം ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, നിന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഓക്കെ, ധ്യാനം കൂടി 3 ദിവസം ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്നു. നമ്മൾ വേദനിപ്പിച്ചവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കും, പല്ല് കടിച്ചിട്ട്, കാണിച്ചു തരാടാ നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, എന്നാലും ഇരിക്കട്ടെ ഒരു ചിരി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിരിക്കും. പക്ഷെ ഉള്ളിൽ ഈ സാധനം ആയിരിക്കും. ഇത് ഒരു ധ്യാനം കൂടി 2 ധ്യാനം കൂടി നിരന്തരം വചനം കേട്ട് ദൈവവചനം നമ്മുടെ ശരീരത്തെ പ്രഹരിച്ച് നമ്മുടെ മേലുള്ള ഈ മേഖലയെ എടുത്തു കളയും. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ ശരീരത്തെ കൊണ്ടു നിർത്തി, ആരാധിക്കാൻ നമ്മുടെ കരങ്ങളെ നിർബന്ധിച്ചു, 3 ദിവസം ദൈവത്തിന്റെ മുൻപിൽ വന്ന് നിന്നു, ഉപവസിച്ചു, ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിങ്ങളുടെ ശരീരത്തെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചപ്പോൾ ശരീരത്തിലുള്ള ഈ വിദ്വേഷം മാറി, ശരീരത്തിലുള്ള ഈ ദേഷ്യം മാറി. അപ്പോൾ ആദ്യത്തെ ദിവസം പല്ല് ഞെരിച്ച പോലെയല്ല, 2ാമത്തെ ദിവസം ഈ വ്യക്തിയെ കാണുമ്പോൾ, പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾക്ക് അവരോടുള്ള എല്ലാ ദേഷ്യവും മറക്കും, നമ്മൾ ചിരിക്കും, സന്തോഷമായിട്ട് സ്നേഹത്തോടെ നമ്മൾ പെരുമാറും, എല്ലാ രീതിയിലും അവരോട് പെരുമാറാൻ തുടങ്ങും. നമുക്കൊരു വിദ്വേഷമില്ല, ഒരു വെറുപ്പില്ല, ഒരു വൈരാഗ്യമില്ല. യേശുവിൻ്റെ അതേ ക്യാരക്ടർ സൈഡ് നമ്മളിലേക്ക് വരും. അവനെ പീഡിപ്പിച്ചവരെ സ്നേഹിക്കുന്ന, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ആദരം കൊണ്ട് പറയും. നമ്മൾ ആ പ്രാക്ടിക്കൽ സൈഡിൽ ഈ പറയുന്ന പല്ലിഞ്ഞരിക്കലും ദേഷ്യവും ഒക്കെ മാറ്റി യഥാർത്ഥ ചിരി നമ്മുടെ മുഖത്ത് വരും. മറ്റേത് നമ്മൾ ചിരി വരച്ചു വെക്കുക, സൗന്ദര്യമുള്ള മുഖമൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മളെ ദേഷ്യപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മളെ വെറുപ്പിച്ചവരെ കാണുമ്പോൾ നമ്മൾ ചിരി ഉണ്ടായിട്ടല്ല, ഇരിക്കട്ടെ ഒരു ചിരി എന്ന് പറഞ്ഞ് വരച്ചു വെക്കുക. പക്ഷെ കാലങ്ങൾ എടുക്കുമ്പോൾ ശരീരത്തെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക്, ദൈവവചനത്തിന്, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ശരീരത്തെ നിങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തി കഴിയുമ്പോൾ, നിർബന്ധിച്ച് കൊണ്ടുവന്ന് പല കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ശരീരത്തിലുള്ള ഈ മേഖല അങ്ങോട്ട് മാറും. പിന്നെ ശരീരത്തിനൊരു പ്രശ്നമില്ല. ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് വിദ്വേഷമുണ്ടായ ഒരാളെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. പ്രാർത്ഥനയ്ക്ക് മുൻപ്, ആരാധനയ്ക്ക് മുൻപ്, ദൈവവചനം കേൾക്കുന്നതിന് മുൻപ് ശക്തമായി ദേഷ്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് പെരുമാറുന്ന രീതി എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ആദ്യം പെരുമാറിയ പോലെയല്ല നിങ്ങൾ അവരോട് പെരുമാറുന്നത്. സ്നേഹത്തോടെ, കണ്ടാലും ചിരിച്ച്, വളരെ സൗമ്യമായി നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ബോധ മനസ്സിലല്ല, ഉപബോധ മനസ്സിൽ ഈ പറഞ്ഞ സാധനം വേറെ കിടക്കുന്നത്. ഇതിനെ മാറ്റണമെങ്കിൽ ഈ മറഞ്ഞിരിക്കുന്ന സാത്താനെ പുറത്താക്കണം. അല്ലെങ്കിൽ വീണ്ടും അവൻ പോയി ഛർദിച്ചത് വീണ്ടും പോയി ഭക്ഷിക്കുന്ന നായയെ പോലെ ആകുമെന്ന ദൈവവചനം പറയുന്നത്. നമുക്കൊരു വചനം വായിക്കാം. 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 20-ാം വാക്യം. 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 20-ാം വാക്യം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഇവിടെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരുവൻ യേശുവിനെ അറിഞ്ഞു. യേശുവിനെ എങ്ങനെയൊക്കെ അറിഞ്ഞു? 2 രീതിയിൽ അറിഞ്ഞു. ഒന്ന്, യേശു കർത്താവാണെന്ന് അവൻ അറിഞ്ഞു, യേശു രക്ഷകനാണെന്ന് അവൻ അറിഞ്ഞു. അതാണ് ആദ്യത്തെ വാക്യം പറയുന്നത്. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ അറിയുക. യേശുവിനെ എങ്ങനെ അറിയണം? യേശുവിനെ നമ്മുടെ കർത്താവാണെന്ന് അറിയണം, യേശു എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ അറിയണം. ഈ അറിവ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു അരമണിക്കൂറത്തെ ഒരു ക്ലാസ് കൊണ്ട് പൂർത്തീകരിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കുറച്ച് ഡീറ്റെയിലായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ഞാനത് ഇവിടെ വിടുക. കാരണം ഈ 2 രീതിയിൽ അറിയുക. ഈ അറിവിൻ്റെ പൂർണ്ണത, പരിജ്ഞാനം, അല്ലെങ്കിൽ ഈ അറിവിൻ്റെ
യഥാർത്ഥ തലം എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള അവസ്ഥയാണ്. അത് അത്ര ഈസി അല്ല, കുറച്ചും കൂടി കാലമെടുത്ത് മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് അനുദിനം നമ്മൾ വളർന്നു വരികയാണ്. ഒരിക്കലും നമ്മൾ അറിവിൽ പൂർണ്ണരല്ല, അനുദിനം ആ അറിവിലേക്ക് നമ്മൾ കടന്നു വരുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ആ അറിവിൽ ഇപ്പോഴും പൂർണ്ണരല്ല. കാരണം ഹെബ്രായ ലേഖനത്തിലൊക്കെ ഇതിന് സമാനമായ വാക്യം പറയുന്നുണ്ട്, അറിവിൻ്റെ പൂർണ്ണ ബോധ്യം ലഭിച്ചിട്ടും വീണ്ടും വീണു പോവുക, ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇവിടെ രണ്ട് തരത്തിൽ യേശുവിനെ അറിയുന്നു. നമ്മുടെ കർത്താവാണെന്ന് അറിയുന്നു, നമ്മുടെ രക്ഷകനാണെന്ന് യേശുവിനെ അറിയുന്നു. ഇങ്ങനെ അറിഞ്ഞ് അവൻ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചു. എന്താ ലോകത്തിൻ്റെ മാലിന്യം? ലോകത്തിൻ്റെ പലവിധ പാപങ്ങൾ, ജഡികമായ ജഡത്തിൻ്റെ ആഗ്രഹം, ജഡത്തിൻ്റെ പാപങ്ങൾ, പലവിധ ആരാധന രീതികൾ, പഴയ ആരാധന രീതികൾ, യേശുവിനെ അറിയാത്ത കാലത്തെ വ്യർത്ഥമായ ദൈവത്തെ ആണ് നമ്മൾ പിൻചൊല്ലുന്നത് എന്ന് കരുതി നമ്മൾ പോയി കഴിഞ്ഞ പലവിധ രീതികൾ. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. അതായത് ഞാൻ യേശുവിനെ അറിയാത്ത കാലത്ത് രക്ഷ എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ കോഴിവെട്ട് നേർച്ച നടത്തിയ വർഷത്തിൽ അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചു. കോഴിവെട്ട് നേർച്ച നടത്തിയ എല്ലാമായി എന്ന് ചിന്തിച്ചൊരു കാലമുണ്ട്. വേളാങ്കണ്ണി പള്ളി പോയി ഒന്ന് മുട്ടയിലഴിഞ്ഞ എല്ലാമായി, എല്ലാം തികഞ്ഞു എന്ന് കരുതിയൊരു കാലമുണ്ട്. അതായത് നമ്മുടെ തെറ്റായ ബോധ്യങ്ങൾ, ആത്മാവിൻ്റെ അല്ല ജഡത്തിൻ്റെ പിന്തുടർച്ച രീതികൾ, അത് തന്നെ നമ്മൾ വീണ്ടും പിന്തുടരുന്നൊരവസ്ഥ. പ്രാർത്ഥനയിലേക്ക് വന്നപ്പോൾ, ദൈവത്തിലേക്ക് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, രക്ഷ ദാനമാണ്. യേശു ക്രിസ്തുവിനുള്ള രക്ഷ അത് പൂർണ്ണമായി ദാനമാണ്. എൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, ഞാൻ മുട്ടയിൽ അഴിഞ്ഞുകൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടല്ല, യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായതുകൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിവ് കിട്ടി. അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ലോകത്തിൻ്റെ ഈ മേഖലകൾ നമ്മൾ ഉപേക്ഷിച്ചു. ലോകത്തിൻ്റെ ഈ മാലിന്യങ്ങൾ അത് വെറുതെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മൾ ഉപേക്ഷിച്ചു. ഇന്ന് ആത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ പോകത്തുള്ളൂ, അല്ലാതെ ഈ ലോകത്തിൻ്റെ മാലിന്യത്തിലേക്ക് നമ്മൾ വീണു പോകത്തില്ല. ഈ ലോകത്തിൻ്റെ മാലിന്യം നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. പക്ഷേ നേരത്തെ തുടക്കം നമ്മുടെ റോയ് ബ്രദർ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ നമ്മുടെ വീട് പണി ഒന്ന് സ്ലോ ആയി പോകുന്നു, കാര്യങ്ങൾ നടക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ഇങ്ങനെ പലവിധ ജഡത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ ആകുലപ്പെടുത്തുമ്പോൾ ഒന്ന് പോയി കോഴി വെട്ടിയാലോ, എന്താ കുഴപ്പം? നടക്കില്ലേ? ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി വെച്ചാലോ, ശരിയായാലോ ഇനി എങ്ങാനും? ഇങ്ങനെ വീണ്ടും പഴയ തലത്തിലേക്ക്, പഴയ മേഖലയിലേക്ക് ഒരു വീണു പോകും. ഇങ്ങനെ വീണു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ജഡത്തെ യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് കീഴ്പ്പെടുത്തിയെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉപബോധ മനസ്സ്, ഒരു ദേഹി അവൻ കിടക്കുന്നുണ്ട്. അവൻ നമ്മളെക്കാൾ, നമ്മുടെ ജഡത്തേക്കാൾ ശക്തനാണ്, നമ്മുടെ ശരീരത്തേക്കാൾ ശക്തനാണ്. ഞാൻ നേരത്തെ നിങ്ങൾ ബൈബിൾ തുറന്ന് മെസ്സേജ് എടുത്തപ്പോൾ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ അതരം വായിക്കാൻ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. വായിക്കരുത് എന്ന് പറഞ്ഞ കാര്യം പോലും നിങ്ങളുടെ ശരീരം പോലും അറിയാതെ ഉപബോധ മനസ്സ് സേവ് ചെയ്തെങ്കിൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക, ജഡത്തേക്കാൾ ശക്തനാണ് മറ്റവൻ. ആര്? നേരത്തെ നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ കാണിച്ചു വെച്ചവൻ ഈ പറയുന്നവനേക്കാൾ ശക്തനാണ്. ജഡത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തി, ജഡത്തെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നിരുത്തി, ജഡത്തെ ആരാധനയ്ക്ക് കൊണ്ടുവന്നിരുത്തി, ഇതൊക്കെ ഓക്കെ. ശരീരത്തെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തിയാലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിൽ നിങ്ങളെ പഴയ പാപത്തിലേക്ക് വലിച്ചിടുന്ന ഒരു പിശാച് അല്ലെങ്കിൽ ഒരു സാത്താന്റെ ശക്തി എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളുടെ സോളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. അവനെ തിരിച്ചറിയണം. അവനെയുള്ള തിരിച്ചറിവാണ് ആദ്യം. അതായത് ഇനി നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പരിശോധിക്കണം, ഇത് എവിടെ ഇരിക്കുന്നവനാ? ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു പ്രശ്നമോ ഏതെങ്കിലും ഒരു പ്രോബ്ലമോ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ മനസ്സ് കലുഷിതമാക്കി, നമ്മുടെ അതരം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കൂട്ടായ്മയിലുള്ള പല വ്യക്തികൾ, അതായത് ദൈവത്തിന് അറിഞ്ഞു ആത്മഹത്യ പാപമാണെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കലാണെന്ന് തിരിച്ചറിഞ്ഞു, ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെയും വാശിക്ക് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, ചിലപ്പോൾ ഭാര്യയെ പേടിപ്പിക്കാനായിരിക്കാം, മക്കളെ പേടിപ്പിക്കാനായിരിക്കാം, നമ്മൾ പറഞ്ഞു പോയി അറിയാതെ, ഞാൻ പോയി ചാവൂട്ടോ,
ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് നശിച്ചാൽ മതി എന്ന് ഞാൻ പറയും. അങ്ങനെ അതരം കൊണ്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് പറയിപ്പിച്ചത് ആരാ? ഇത് പറയിപ്പിച്ചത് ആരാ? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് അറിയാം, ശരീരത്തിന് അറിയാം ആത്മഹത്യ പാപമാണ്, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ഇത് ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വചനമാണ്, പരിചിതമാണ്, ഇതെല്ലാം അറിയാം. പക്ഷേ അറിഞ്ഞിട്ടും ഛർദിച്ചത്, ഉപേക്ഷിച്ചത്, വീണ്ടും നിന്റെ അതരം ടേക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അത് പറഞ്ഞെങ്കിൽ നമ്മൾ തിരിച്ചറിയുക അതെവിടുന്നാ വരുന്നത്? ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സാത്താൻ, മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റ് നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചു. കാരണം എന്താ? അവൻ കുറച്ചും കൂടി ശക്തനാ, നമ്മുടെ ജഡത്തേക്കാൾ കുറച്ചും കൂടിയും അവൻ ശക്തനാണ്. അവൻ ഇതിനെ, നിന്റെ ജഡത്തെ ഉപയോഗിച്ചു. കാരണം അതരം കൊണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അതരം കൊണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സങ്കടം കൊണ്ടാണ് പറഞ്ഞത്, വേദന കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് പറയുന്ന വ്യക്തി തന്നെ പറയും, എനിക്കിത് പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പറയിപ്പിച്ചത് മറഞ്ഞിരിക്കുന്ന, ഒരുപക്ഷെ സോളിൽ മറഞ്ഞിരിക്കുന്ന ചില സാത്താനിക ശക്തികളാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. ഈ മറഞ്ഞിരിക്കുന്ന ദുരാത്മാവിനെ, ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ആദ്യം നമ്മളെ സ്വതന്ത്രരാക്കേണ്ടത്. ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ വീണ് പോകുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെ തിരിച്ചറിയേണ്ടത്. ഛർദ്ദിച്ചത് തിരിച്ചു വിഴുങ്ങുന്ന നായയെ പോലെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ അറിയാതെ, ഞാൻ എൻ്റെ അതരം കൊണ്ട് ഞാൻ പറഞ്ഞു പോയി, എൻ്റെ ശരീരത്തെ പിശാച് ഉപയോഗിച്ചു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ കടന്നു വരണമേ എന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ഉപബോധ മനസ്സിൽ, ഞങ്ങളുടെ സോളിൽ മറഞ്ഞിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ, പൈശാചിക ബന്ധനങ്ങളെ, ഞങ്ങളുടെ ശരീരത്തെ പോലും ഉപയോഗിക്കുന്ന തിന്മയുടെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ സോളിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ, അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഉപബോധ മനസ്സ് കർത്താവായ യേശുവേ ഈ വ്യക്തികളിലൂടെ പ്രവർത്തിക്കുകയും തിന്മയിലേക്ക്, പഴയ പാപത്തിലേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് വിടുവിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തിന്മയുടെ ശക്തികളെ ഇപ്പോൾ നിർവീര്യമാക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വിടുവിക്കണമേ, യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന, ഈ രീതിയിൽ പോകുന്നൊരു വ്യക്തി 5 ധ്യാനം കൂടി, 10 ധ്യാനം കൂടി, 20 ധ്യാനം കൂടി, എത്ര ധ്യാനം കൂടിയാലും പിന്നെയും കറങ്ങി തിരിഞ്ഞ് അവൻ്റെ വീഴ്ച പിന്നെയും നമുക്ക് കാണാൻ പറ്റും. അതാണ് പത്രോസിന്റെ ലേഖനം 2 പത്രോസ് നമ്മളിപ്പോൾ വായിച്ച 2:20 വാക്യം കഴിഞ്ഞ് 21 വാക്യത്തിലേക്ക് കിടക്കുമ്പോൾ, കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്നും പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുന്നതായിരുന്നു. അതായത് ഇവിടെ പറയുന്ന കാര്യം നമുക്കറിയാം. വിശുദ്ധ കൽപ്പന എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിശുദ്ധ കൽപ്പന? സുവിശേഷം. യേശുവാണ് രക്ഷ. ദൈവരാജ്യത്തെ കുറിച്ച് നീ ചിന്തിക്കണം. നിന്റെ പിന്നിലുള്ളതിനെ നീ ഉപേക്ഷിച്ചിട്ട് മുൻപിലുള്ള സ്വർഗത്തിന് വേണ്ടി നീ ഓടണം. പിൻപിലുള്ളത് എന്താ? നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ ദുഃഖിപ്പിച്ച, വിഷമിപ്പിച്ച പലവിധ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തികച്ചും ലൗകികമാ, ലോകത്തിന്റെ കാര്യങ്ങളാ, ലോകത്തിന്റെ മാലിന്യങ്ങളാ. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. പകരം മുന്നിലുള്ളത് എന്തുവാ? ദൈവരാജ്യം, സ്വർഗം. സുവിശേഷം കൊണ്ട് നമുക്ക് തുറന്നു തന്ന സ്വർഗരാജ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ മുമ്പിലുള്ളതിനെ കുറിച്ച് നോക്കി കണ്ടുകൊണ്ട് നീ മുന്നോട്ട് പോകണം. അതുകൊണ്ട് നീ പഴയതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിരിക്കുക. വീണ്ടും 22 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നായ് ഛർദ്ദിച്ച് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ് വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. നമുക്കറിയാം, ഈ പന്നീനെ എത്ര കുളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയൊരു ഫാം ഉണ്ടായിരുന്നു. ഈ ഫാമിൽ, പന്നി ഫാമാണ്,
അപ്പോൾ ഞാൻ സാധാരണ പണ്ടൊക്കെ പോകാറുണ്ട്, ഇപ്പോൾ ആ ഫാം നിർത്തുകയും ചെയ്തു. ആ ഫാമിൻ്റെ ആ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, കാലത്ത് ആ ഫാമിലെ ചേട്ടൻ ഈ മോട്ടർ അടിച്ചിട്ട് മറ്റേ പൈപ്പ് വെച്ച് ഈ പന്നികളെയൊക്കെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എഴുതിയിട്ടുണ്ടാവും. നല്ല ഭംഗിയാക്കി അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ അതിൽ തിരിച്ചു പോരുമ്പോഴാണെങ്കിൽ നമുക്ക് ആ കൂട്ടിലേക്ക് നോക്കിയാൽ കാണാം, ഇത് പഴയ പോലെ തന്നെ ആയിട്ടുണ്ടാവും. വീണ്ടും അതുപോലെ തന്നെ വൃത്തികേടായിട്ട് ഈ പന്നി കിടക്കുന്നുണ്ടാവും, ഒരു ഭംഗിയില്ലാതെ. ഇവിടെ വചനം വ്യക്തമായിട്ട് അപ്പസ്തലനായ പത്രോസ് നമ്മളോട് പറയുകയാണ്, നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. അതായത് നമുക്കറിയാം, എൻ്റെ ജഡത്തിന്, എൻ്റെ ആത്മാവിന്, ഞാനെന്ന വ്യക്തിത്വത്തിന് അറിയാം, വിദ്വേഷം ശരിയല്ല, വെറുപ്പ് ശരിയല്ല, വൈരാഗ്യം ശരിയല്ല, ഈ വക പാപങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കണം, ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ചില സാധനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ചില പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ചില പ്രശ്നം, അത് മക്കളാകാം, സഹോദരങ്ങളാകാം, ബന്ധുമിത്രാദികളാകാം, നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രോബ്ലം നമ്മൾ മേൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ പണ്ട് എന്തായിരുന്നു ഇത് തന്നെ നമ്മൾ പറയാൻ തുടങ്ങും. ഇതിലും ഭേദം ദൈവത്തെ അറിയാതിരുന്നതായിരുന്നു നമ്മൾ പറയും. അപ്പൊ പ്രാർത്ഥിക്കാതിന് മുമ്പ് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയും. ഇതിലും ഭേദം ചത്താ മതിയായിരുന്നു എന്ന് പറയും. ഇങ്ങനെ പലവിധ വാക്കുകൾ നമ്മുടെ ആദരം പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക്, ഈ വ്യക്തിത്വത്തിന് എന്തറിയാം? ഇതൊക്കെ ശരിയല്ല, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പാപമാണ്, ഇതെല്ലാം നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാത്താൻ ഒരുക്കുന്ന കെണിയാണെന്ന് തിരിച്ചറിവുണ്ട്. അതായത് ഇത് ഭോഷത്വമാണെന്നറിയാം, എങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന മേഖല. കാരണം ജഡത്തേക്കാൾ, ശരീരത്തെക്കാൾ, ബോധമനസ്സിനേക്കാൾ കൂടുതൽ ശക്തനാണ് ഈ പറയുന്ന മേഖല. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിക്കോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് തീരാത്ത ദേഷ്യം വരും. ചില സംഭവങ്ങൾ, ചില സിറ്റുവേഷൻസ്, അതായത് നമ്മുടെ ഒരു വിഷമ ഘട്ടത്തിൽ, ഒരു വേദനയുടെ ഘട്ടത്തിൽ നമ്മളോട് ചിലർ പെരുമാറിയത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ സൺഡേ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അതായത് പ്രസവത്തിന് ശേഷം, ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ചില പ്രോബ്ലംസിനെ കുറിച്ച് നമുക്കറിയാം. നമ്മളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ചില ഒറ്റപ്പെടലുകൾ, ചില പ്രതികൂലമായ മേഖലകൾ, നമ്മൾ എല്ലാവരോടും നമുക്കൊരു വെറുപ്പ് തോന്നുന്ന അവസ്ഥ, ഞാൻ പറഞ്ഞിട്ട് ആരും അംഗീകരിക്കുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന മുറിവുകളുണ്ടല്ലോ, വേദനകൾ, ഇത് ഭയങ്കര വലുതാണ്. അത് ഏത് വ്യക്തിയിൽ നിന്ന് കിട്ടിയോ ആ വ്യക്തിയോട് തീരാത്ത വൈരാഗ്യമായിരിക്കും. ഇത് പെട്ടെന്ന് പോകത്തില്ല. ഒട്ടുമിക്ക മരുമക്കൾക്കും അമ്മായിമ്മോടുള്ള ദേഷ്യം ഈ സാധനമായിരിക്കും. ഒരു 80% മരുമക്കൾക്കും ഈ പറഞ്ഞ സാധനം ഉണ്ടോ, അമ്മായിമ്മോട്. കാരണം അമ്മായിമ്മ പണ്ടത്തെ കാലത്ത് 8 പ്രസവിച്ചതായിരിക്കും, അല്ലെങ്കിൽ 5 പ്രസവിച്ചതായിരിക്കും. പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മരുമോളുടെ ആരോഗ്യം ഈ പറഞ്ഞ മേഖലയല്ല, ഇതിന് ആരോഗ്യക്ക് ഇത്തിരി കുറവാണ്. പിന്നെ ഇത് അന്ന് അമ്മായിമ്മ പ്രസവിച്ച് കിടന്നപ്പോൾ ഭർത്താവ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പുള്ളി ജോലി സ്ഥലത്താണ്, പുള്ളി മറ്റേ പാടത്തും പറമ്പിലുമാണ്, പുള്ളിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള നേരമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ മോനാണെങ്കിലോ, ജീവിതത്തിൽ ഗ്യാസ് ഊറ്റി പൊക്കാത്തവൻ ഇവളെ 2 കൈ കൊണ്ട് എടുത്തുകൊണ്ടായിരിക്കും നടക്കുന്നത്. ഇങ്ങനെ സ്നേഹിച്ചിങ്ങനെ കൊണ്ടു നടക്കായിരിക്കും. പ്രസവം കഴിയുമ്പോൾ പ്രസവാനന്തര ശുശ്രൂഷ എന്ന് വേണ്ട ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മായിമ്മയുടെ ഉള്ളിലൊരു ദേഷ്യം, നമുക്ക് കിട്ടാത്തത്, ഇവിടെ ഞങ്ങളാരും പ്രസവിക്കാത്ത മട്ട്, നമ്മളൊന്നും പ്രസവം കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങൾ ഇട്ട് കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മരുമോളുടെ മനസ്സിൽ പരട്ടത്തള്ള, ബാക്കിയുള്ളവരുടെ വേദന അനുഭവിച്ചിരിക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഈ മേഖല ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്നും പോകത്തില്ല. കാരണം ഇതെവിടെയാ സേവ് ചെയ്ത് കിടക്കുന്നത്? ഇത് ഈ വ്യക്തിയുടെ മറഞ്ഞിരിക്കുക, അതായത് ഉപബോധ മനസ്സിൽ ഇത് ശക്തമായിട്ട് കിടക്കുക. ഇതിനെടുത്ത് പുറത്ത് കളയാതെ ഈ പറയുന്ന മേഖല ശരിയാകത്തില്ല, ക്ലീൻ ആകത്തില്ല. ഇതിനെ പിടിച്ചു പുറത്ത് കളഞ്ഞേ പറ്റൂ. ആദ്യം ഈ തിരിച്ചറിവുണ്ടാകുക, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ തകർക്കുന്ന, പഴയ പാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പൈശാചിക ബന്ധനം, ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. ഒന്നാമത്തെ മേഖല. 2, ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ ഉപേക്ഷിക്കുക, വലിച്ചെറിയുക.
ഇതിനൊരു ബോധ്യം കിട്ടുക, എന്നെ നശിപ്പിക്കുന്നവനാണ് ഇവൻ, എന്നെ ഛർദ്ദിച്ചത് വീണ്ടും വിഴുങ്ങാൻ പ്രേരിപ്പിക്കുന്നവനാണ് ഇവൻ, എന്നെ പഴയ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ് ഇവൻ, എൻ്റെ രക്ഷയെ നശിപ്പിക്കുന്നവനാണ് ഇവൻ, എൻ്റെ അനുഗ്രഹത്തെ തകർക്കുന്നവനാണ് ഈ സാത്താൻ എന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം. 3, നമ്മൾ ഈ വ്യക്തിയോട് സൗമ്യമായി പെരുമാറി തുടങ്ങുക. ഇത് മാറാൻ ഒറ്റ വഴിയുള്ളൂ. അതായത് പ്രാക്ടിക്കൽ സൈഡിൽ നമുക്കിത് മാറ്റം വരുത്താൻ ഒരൊറ്റ വഴിയുള്ളൂ. ഒന്നുകിൽ മറ്റുള്ളവരെ സഹായിക്കുകയും, ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, അതായത് ഏതെങ്കിലും വൃദ്ധസദനത്തിലൊക്കെ പോയിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പം ചിലപ്പോൾ മരിച്ചുപോയ വ്യക്തിയായിരിക്കാം നമ്മൾ ദ്രോഹിച്ചത്, അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ചത് മരിച്ചുപോയ വ്യക്തിയായിരിക്കാം. നമുക്ക് ആ വ്യക്തിയോട് വെറുപ്പുണ്ടാകും, ശാപങ്ങൾ, വിദ്വേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ കാർന്നവന്മാരെയൊക്കെ കണ്ട് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഇവർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് മനസ്സിൽ കരുതി ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ, അവർ നമ്മളെ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തരുമ്പം നമ്മുടെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഈ സാധനം കുറേയൊക്കെ അങ്ങോട്ട് പോവും. അതിന് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് അതിരപ്പള്ളി ഭാഗത്ത് മാനസികമായ പ്രതിസന്ധിയുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളായിട്ടുള്ള അവിടെ ഞങ്ങൾ ചെല്ലുമായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ട് അവിടെ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പോയിട്ട് അവരുടെ റൂമുകൾ ക്ലീൻ ചെയ്യുക, അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്യുക. കാരണം ഭയങ്കര മോശമായിട്ടായിരിക്കും കിടക്കുന്നത്. അവരെ കുളിപ്പിക്കുക, അവരുടെ മുടിയൊക്കെ വെട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ രാജു ബ്രദറൊക്കെ ഉണ്ടാവും. രാജു ബ്രദറാണ് അവിടെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും. അപ്പം അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിലും, അന്ന് ഇതൊന്നും അറിയാതെയാണെങ്കിലും, ഈ ബോധ്യമൊന്നും ഇല്ലാതെയാണെങ്കിലും, നമ്മൾ അന്ന് ചെയ്തു കഴിഞ്ഞപ്പം അവർ നമുക്ക് തന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. നമ്മൾ പോകാൻ നേരത്ത് ഈ അപ്പച്ചനും അമ്മച്ചിയൊക്കെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തരുമ്പോൾ നമ്മൾ പോലും അറിയാതെ എന്തോ നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോയൊരു തലമുണ്ടോ. ഇതൊരു പ്രാക്ടിക്കൽ സൈഡാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടും റിക്കവർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ ശക്തനാണ്, ബോധ മനസ്സിനേക്കാൾ കൂടുതൽ ശക്തനാണ് ഈ പറയുന്ന ഒളിഞ്ഞിരിക്കുന്ന അപബോധ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ തിന്മയുടെ ശക്തി എന്ന തിരിച്ചറിവ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇത് നമ്മളെ ആ പഴയ പ്രശ്നം വീണ്ടും അതിൻ്റെ ചില സിംറ്റമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പഴയത് ഒളിഞ്ഞിരിക്കുന്നത് കിക്ക് ചെയ്ത് പുറത്തേക്ക് വരികയും പഴയ പാപത്തിലേക്ക്, ദുഷ്ടതയിലേക്ക് നമ്മൾ വലിച്ചെറിയുകയും ചെയ്യുമെന്ന ബോധ്യം, തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവവചനം നമ്മളോട് പറഞ്ഞ പോലെ, നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. കർത്താവേ, ഈ ഛർദ്ദിച്ചത് വീണ്ടും വിഴുങ്ങാതെ, നശിച്ചത്, തകർന്നത്, ഞങ്ങൾ ഉപേക്ഷിച്ചത്, ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്, ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഞങ്ങൾ ഉപേക്ഷിച്ചത് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാതെ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുവാൻ, ഞങ്ങൾക്കത് ഉപേക്ഷിക്കുവാൻ പൂർണ്ണ മനസ്സോടെ യേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തിന്മകളെ ഞങ്ങൾ അറിയുന്നതിനേക്കാൾ, ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ, ഞങ്ങൾക്ക് ബോധ്യം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശുവേ നിനക്കറിയാം, നിന്റെ ആത്മാവിനറിയാം, അവിടുത്തെ ശക്തിക്കറിയാം, അവിടുത്തെ പരിശുദ്ധാത്മാവിനറിയാം. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ ശരീരത്തിൽ ഒരു പരിവർത്തനം നടത്തണം, ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉപേക്ഷിച്ച പാപത്തിലേക്ക് തിരിച്ചു പോകാതെ ഞങ്ങളെ വീണ്ടെടുക്കുന്ന, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പിന്റെ ശക്തി ഇന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇരു കരങ്ങളും നമ്മുടെ ശിരസിലേക്ക് വെക്കാം. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഈ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന, ഞങ്ങൾ പോലും അറിയാതെ മറഞ്ഞിരിക്കുന്ന ചില അധികാരങ്ങൾ, ചില പാപത്തിന്റെ ശക്തികൾ, ചില തിന്മയുടെ അധികാരങ്ങൾ കർത്താവായ യേശുവേ ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കണമേ. ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളെ അടിമപ്പെടുത്തുന്ന, ഞങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന, ഞങ്ങളെ വീണ്ടും പഴയ തിന്മയിലേക്ക് നടത്തുന്ന, പഴയ പാപമേഖലയിലേക്ക്
നിന്നിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ഈ തിന്മയുടെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ അഴിക്കണമേ, യേശുവിന്റെ നാമത്തിൽ അഴിക്കണമേ, യേശുവിന്റെ നാമത്തിൽ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശക്തികൾ മാറിപ്പോകട്ടെ. മറഞ്ഞിരിക്കുന്ന തിന്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പാപത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശാപത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വിദ്വേഷത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വെറുപ്പിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശാപത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ദൈവവചനം പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് വ്യക്തമായി നമ്മൾ രണ്ട് പത്രോസ് അതിന്റെ 2-ാം അധ്യായം 20-ാം വാക്യം ആദ്യം വായിച്ചത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ ഏത് മറഞ്ഞിരിക്കുന്ന കെട്ടുകളെയും അഴിക്കാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിതനായത്. യേശു എനിക്ക് വേണ്ടിയാണ് രക്തം മറുവിലയായി കൊടുത്തത്. അവൻ വിജയം പ്രഖ്യാപിച്ചത്, യേശു വിജയം പ്രഖ്യാപിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഈ ബോധ്യം, എൻ്റെ രക്ഷകനാണ് യേശു, എൻ്റെ സോളിലോ എൻ്റെ ജഡത്തിലോ എൻ്റെ ആത്മാവിലോ ഒളിഞ്ഞിരിക്കുന്ന സകലവിധ തിന്മയുടെ കെട്ടുകളെയും അഴിപ്പാൻ കഴിവുള്ളവൻ, വിടുവിക്കാൻ കഴിവുള്ളവൻ, നിർവീര്യമാക്കാൻ കഴിവുള്ളവൻ എൻ്റെ യേശു. കാരണം അവൻ രക്ഷകനാണ്. അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. ആ രക്ഷയെക്കുറിച്ച് പൂർണ്ണ ബോധ്യം നമുക്ക് ലഭിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് അറിഞ്ഞ ദൈവമക്കൾ, ഈ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ദൈവമക്കൾ, യേശുവിന് അസാധ്യമായ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇന്ന് മുതൽ ഇനി ഭയപ്പാടായിരിക്കും ഇത് പറഞ്ഞതിൻ്റെ പിന്നാലെ. ഇന്ന് മുതൽ ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. വചനം കേട്ട് വചനമൊക്കെ സ്വീകരിക്കും, നമ്മൾ ആദ്യം പറഞ്ഞതെല്ലാം സ്വീകരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ, ബ്രദറെ ഈ ഒളിഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് ശരിയാക്കി തരണം, ഇത് കുറേയുണ്ട്, എൻ്റെ ഉള്ളിൽ കുറേയുണ്ട്. നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത്, ഏത് ഒളിഞ്ഞിരിക്കുന്നവനെയും പിടിക്കാൻ കഴിവുള്ളവനാണ് യേശു. ഏത് ഒളിഞ്ഞിരിക്കുന്നവനെയും പിടിച്ച് നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് യേശു. പക്ഷെ എന്ത് വേണം? സത്യം നിങ്ങൾ അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. ഈ സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കണം. യേശുവാണ് യഥാർത്ഥ സത്യം. രക്ഷകൻ യേശു, നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവൻ യേശു. നിന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ പോലും മറഞ്ഞിരിക്കുന്ന സകലത്തെയും എടുത്ത് പുറത്ത് കളയാൻ കഴിവുള്ളവൻ യേശു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കഴിച്ച ഏതോ ബന്ധനത്തിൻ്റെ ഫുഡ്, പോയിസൺ, ഏതോ ഒരു നേർച്ചയാകാം, കാഴ്ചയാകാം, എന്തോ ആകാം, എന്തോ ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ഏതോ ദൈവദാസൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സാധനം കറക്റ്റായിട്ട് പുറത്തോട്ട് വന്ന് ആ പോയിസൺ പുറത്തേക്ക് തള്ളുന്നു. അതായത് ഈ പോയിസൺ എവിടെ ഇരിക്കുന്നതെന്ന് ആർക്കറിയില്ല, നമുക്കറിയില്ല. ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിക്ക് അറിയത്തില്ല, പ്രാർത്ഥിക്കുന്നവനും അറിയത്തില്ല, പ്രാർത്ഥന സ്വീകരിക്കുന്നവനും അറിയത്തില്ല. പക്ഷെ ആർക്കറിയാം? ഹോളി സ്പിരിറ്റിന് അറിയാം ഇത് ഇവന്റെ ശരീരത്തിൽ എവിടെയാണ് ഈ പോയിസൺ കൊണ്ടുവന്ന് സാത്താൻ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാം. യേശു ഹോളി സ്പിരിറ്റിനാൽ ഈ പറഞ്ഞവനെ പുറത്ത് തള്ളും. യേശുവിൻ്റെ ആത്മാവ് ഈ പോയിസനെ പുറത്ത് തള്ളും. നമ്മുടെ ക്യാമ്പിനൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ പേരാണ് വൊമിറ്റ് ചെയ്യുന്നത്, എത്രയോ പേരാണ് വൊമിറ്റ് ചെയ്യുന്നത്. പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക ഇതൊന്ന് നിർത്താനായിട്ട്. അതുപോലെ വൊമിറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ചെറുപ്പത്തിൽ ചിലപ്പോൾ വന്നിരിക്കുന്ന പോയിസൺസ് ആയിരിക്കാം. എത്ര വർഷം മുമ്പാണെങ്കിലും അത് ദൈവത്തിൻ്റെ ആത്മാവിന് വലിച്ചു പുറത്തിടാൻ അറിയാം. എത്ര മറഞ്ഞിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവിന് അത് വലിച്ചു പുറത്തിടാൻ അറിയാം. എൻ്റെ യേശുവിന് അത് അറിയാമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. വീണ്ടും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവായ യേശുവേ, അവിടുത്തെ ക്രൂശിലെ രക്തം എനിക്ക് വേണ്ടി മറുവിലയായത്, അവിടുത്തെ രക്തം എനിക്ക് വേണ്ടി മറുവിലയായത്, ആ രക്തത്താൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ കറകളെ, എൻ്റെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന ശാപത്തിൻ്റെ ബന്ധനങ്ങളെ, എൻ്റെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന എന്നെ വീണ്ടും പാപത്തിലേക്ക് നയിക്കുന്ന വെറുപ്പിൻ്റെ കെട്ടുകളെ
വിദ്വേഷത്തിന്റെ കെട്ടുകളെ, ശാപബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. നമ്മുടെ ശിരസ്സുകളിൽ നിന്ന് കരം വെച്ച് കർത്താവായ യേശുവിനോട് പറഞ്ഞേ, കർത്താവേ, അവിടുന്ന് ഈ ശരീരത്തിൽ, ഈ ആത്മാവിൽ, ഈ സോളിൽ മറഞ്ഞിരിക്കുന്ന സകലവിധ ശക്തികളെയും, സകലവിധ പാപക്കറകളെയും, സകലവിധ തിന്മയുടെ കെട്ടുകളെയും ഇപ്പോൾ അഴിക്കണമേ, ഇപ്പോൾ അഴിക്കണമേ, ഇപ്പോൾ പുറത്താക്കണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി.